പാൽപ്പല്ലുകളിലെ വ്യാപകമായ കേടുകൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രധാന പരിഹാരമായി സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവയുടെ കണ്ടുപിടുത്തം പീഡിയാട്രിക് ദന്തചികിത്സയിലെ ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്നു. ഒരു അർദ്ധസ്ഥിരമായ പുനഃസ്ഥാപന ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ക്രൗണുകൾ മികച്ച പ്രതിരോധവും നൽകുന്നു. പാൽപ്പല്ലുകളുടെ സമഗ്രത സംരക്ഷിക്കുന്നതിന് അവ പ്രയോജനകരമാകുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകൾ നിർവചിക്കുന്നത് പല്ലുകൾക്ക് അനുയോജ്യമായതും ബയോകോമ്പാറ്റബിൾ ലൂട്ടിംഗ് ഏജന്റ് ഉപയോഗിച്ച് സിമെന്റ് ചെയ്തതുമായ പ്രീ ഫാബ്രിക്കേറ്റഡ് ക്രൗണുകൾ എന്നാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകളുടെ ഉപയോഗം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. വിപുലമായ ഡീകാൽസിഫിക്കേഷൻ, റാമ്പന്റ് കാരീസ്, റിക്കറന്റ് കാരീസ്, പൾപ്പ് തെറാപ്പിക്ക് ശേഷം ഡെൻഡൈൻ നീക്കം ചെയ്യുന്നതിനാൽ പല്ലിൻ്റെ ഘടനയെ ബാധിക്കുന്നു. പല്ലുകൾ പൊട്ടാനും സാധ്യതയുണ്ട്. അക്യൂട്ട് ഇനാമൽ ഡിഫക്ട്സ്, ഉദാഹരണം ഇനാമൽ ഹൈപ്പോപ്ലേസിയ, അമിലോജനസിസ് ഇംപെർഫെക്റ്റ, ഇൻ്റർമീഡിയറ്റ് റെസ്റ്റോറേഷൻ. ഈ സാഹചര്യങ്ങളിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകൾ ഉപയോഗിക്കുന്നത്. ഇനി എപ്പോഴൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നോക്കാം. പറഞ്ഞു പോകാറായ പ്രൈമറി മോളാറുകൾ, പകുതിയിലേറെ വേരുകൾ പോയ മോളാറുകൾ, ഇളക്കമുള്ള പല്ലുകൾ, അടയ്ക്കാൻ പറ്റാത്ത പല്ലുകൾ, നിക്കൽ അലർജി ഉള്ള രോഗികൾ. ഇത്തരം സാഹചര്യങ്ങളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകൾ ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകളുടെ കോമ്പോസിഷൻ നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകൾ 18-8 ഓസ്റ്റെൻറ്റിക് ടൈപ്പ് ഓഫ് അലോയ്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണം റോക്കി മൗണ്ടൻ യൂണിടെക്. അതിൽ ക്രോമിയം 17-19%, നിക്കൽ 10-13%, അയൺ 67%, മൈനർ എലമെൻറ്റ്സ് 4% ആണുള്ളത്. ഓസ്റ്റെൻറ്റിക് ടൈപ്പ് ഓഫ് അലോയ് മികച്ച നാശന പ്രതിരോധവും നൽകുന്നു. അടുത്തത് നിക്കൽ ബേസ്ഡ് ക്രൗണുകൾ. അവ ഇൻഗോനൈൽ 600 ടൈപ്പ് ഓഫ് അലോയ്കളാണ്. നിക്കൽ 72%, ക്രോമിയം 14%, അയൺ 6-10%, കാർബൺ 0.04%, മാംഗനീസ് 0.35%, സിലിക്കോൺ 0.2%. ഈ അലോയ്ക്ക് ഫോർമബിലിറ്റി, ഡക്റ്റിലിറ്റി എന്നീ സവിശേഷതകളുണ്ട്. ക്രൗണുകളുടെ ക്ലിനിക്കൽ അഡാപ്റ്റേഷന് അവ സഹായിക്കുന്നു. ഒക്ലൂസൽ ശക്തികളെ ചെറുക്കുന്നതിനും അവ സഹായകരമാകുന്നു. സ്റ്റീൽ ക്രൗണുകൾ സ്ഥാപിക്കുന്നതിന് 2 രീതികളാണ് ഉള്ളത്. 1 ബയോളജിക്കൽ അപ്രോച്ച്, 2 കൺവെൻഷണൽ അപ്രോച്ച്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകളുടെ സങ്കീർണതകൾ എന്തെല്ലാം ആണെന്ന് നോക്കാം. ഇന്റർപ്രോക്സിമൽ ലഡ്ജുകൾ, ക്രൗണുകളുടെ ചെരിവ്, ക്രൗണുകളുടെ ശ്വസനം, മോശം മാർജിനുകൾ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകളുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒറ്റ അപ്പോയിൻമെൻറ്റിൽ പൂർത്തിയാക്കാൻ കഴിയും. കുറച്ച് സമയമേ ആവശ്യമുള്ളൂ. ലബോറട്ടറി നടപടിക്രമങ്ങൾ ആവശ്യമില്ല. ഈർപ്പത്തോട് സംവേദനക്ഷമത കുറവാണ്. പൊട്ടാനുള്ള സാധ്യത കുറവാണ്. ദീർഘായുസ്സ് കിട്ടും. ഈട് നിൽക്കുന്നതാണ്. ചെലവ് കുറവാണ്. രോഗിക്ക് സുഖകരമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകളുടെ ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പല്ലിൻ്റെ ഘടനയുടെ ഗണ്യമായ അളവ് നീക്കം ചെയ്യുന്നു. അൺഎസ്തെറ്റിക് ആണ്. മോശം മാർജിനൽ അഡാപ്റ്റേഷൻ കാരണം ജിഞ്ചവൈറ്റിസ് ഉണ്ടാകാം. അധികം നീക്കം ചെയ്യാത്ത സിമെൻറ്റ് കാരണം മോണയുടെ വീക്കവും ഉണ്ടാകാം. കൺക്ലൂഷൻ: പാൽപ്പല്ലുകളിൽ വേഗത്തിൽ പല്ലിൻ്റെ സമഗ്രത നശിപ്പിക്കാൻ കാരീസിന് കഴിയും. ഈ സാഹചര്യത്തിൽ ക്ലിനീഷ്യൻ്റെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകളാണ്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകൾ പ്രാഥമികവും സ്ഥിരവുമായ പല്ലുകളിൽ പീഡിയാട്രിക് ദന്തചികിത്സയിൽ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളെ മറികടക്കാൻ ഉപയോഗിക്കുന്നു.